ചവറ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉദ്ഘാടനം ചെയ്തു. പന്മന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കോടതിയാണ് വെറ്റമുക്ക് പാരാഡിഗം ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദ് ഉദ്ഘാടനം ചെയ്തു. 2014 മുതൽ പന്മന സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചവറ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വെറ്റമുക്ക് പരാഡിഗം ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം ഒന്നാം അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദ് നിർവഹിച്ചു. കുട്ടിയുടെ അച്ഛൻ പല ദിവസങ്ങളും ലീവ് എടുത്ത് ഇങ്ങനെ പോകുന്ന കുട്ടി കാണുന്നുണ്ട്. അപ്പോൾ കുട്ടി ആലോചിച്ചപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്താൽ നമുക്ക് ഡെലിവറി ഡേറ്റ് അപ്പം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൺലൈനിൽ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ഒന്നുകിൽ കൺഫേംഡ് ആയിരിക്കും, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇത്ര % ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇന്നൊരു കോടതിയിൽ കേസ് കൊടുത്ത ഒരാൾക്ക് എന്ന് കേസ് തീരും എന്ന് എന്നോട് നിങ്ങളോട് ചോദിച്ചാൽ നമുക്കതിന് ഉത്തരവില്ലല്ലോ. വസ്തുതയിൽ MLA പോയിൻ്റ് ഔട്ട് ചെയ്ത ആ ഒരു ലൈനിലേക്കാണ്. സമയബന്ധിതമായിട്ട് വ്യവഹാരങ്ങൾ തീർക്കാൻ നമുക്ക് ഒരു മെക്കാനിസം അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇന്നൊരു സൂട്ട് കോടതിയിൽ ചവറ മുനിസിപ്പൽ കോടതിയിൽ ഒരു ഇൻജക്ഷൻ സൂട്ട് ഫയൽ ചെയ്താൽ ഒരു എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ഡിസ്പോസൽ ഇത്രയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. റെന്റ് കൺട്രോൾ മാറ്റേഴ്സ് 6 മാസമാണ്. പല സ്റ്റാറ്റ്യൂട്ട്സിലും സമയബന്ധിതമായ സമയം വെച്ചിട്ടുണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് അത് നടപ്പിലാക്കാൻ സാധിക്കാറില്ല. നമുക്ക് പല എക്സ്ക്യൂസുകളുണ്ട്. കോടതികൾ അഡ്വേഴ്സറിയൽ സിസ്റ്റമാണ്. അഭിഭാഷകർ തമ്മിൽ അഡ്വേഴ്സറീസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന കോടതികളാണ്. സ്റ്റെപ്സിന് സമയം വേണം, മറ്റ് ക്രിമിനൽ കേസുകൾക്ക് ടൈം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമ്മുടെ കൈകളിലാണെന്നുള്ളതാണ്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി ജഡ്ജി ശ്രീ ദേവൻരാമേന്ദ്രൻ സാറിനോട് പറഞ്ഞു ഒരു മുനിസിപ്പൽ കോടതി അനുവദിച്ചൊക്കെ തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് പരിഗണിക്കാൻ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നും ആവശ്യമുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യൂ, അതിനുള്ള ശ്രമം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഉദയകുമാർ സാർ വന്ന് കണ്ടിട്ട് പറഞ്ഞത് അത് ഫാമിലി കോടതിക്ക് ഇതൊരു മുഴുവൻ ഫ്ലോർ തന്നെ വേണ്ടി വരും, പറ്റുമെങ്കിൽ 2 ഫ്ലോറും തന്നെ ഫാമിലി കോടതിക്ക് വേണ്ടി വരും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത്ര കണ്ട് ജനങ്ങളുടെ ബാഹുല്യമാണ് ഈ പറഞ്ഞ കോടതികളുള്ളത്. അത് പിന്നീട് കുറച്ചും കൂടെ ബോധ്യപ്പെട്ടത് ഒരിക്കലും നമ്മുടെ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടപ്പോൾ കോടതിക്ക് അത് ഗേറ്റെല്ലാം മതിലെല്ലാം പോയല്ലോ. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് റോഡ് നമ്മുടെ സർവീസ് റോഡ് പോകുന്നത്. അപ്പോൾ ആ സർവീസ് റോഡിലൂടെ സാവധാനം പോയ ദേവൻരാമേന്ദ്രൻ സാർ ഒരിക്കൽ നമ്മുടെ കോടതി കാണാനിടയായി കാലിതുണ്ടാക്കുന്നത്. അത് പിറ്റേ ദിവസം പത്രവാർത്തയായിട്ടും വന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് S സ്വാഗതം പറഞ്ഞു. ചവറ കുടുംബ കോടതി ജഡ്ജ് ഉദയകുമാർ V, കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൈന KV എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ചവറ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആശാ കോശി, ചവറ ന്യായാധികാരി ആതിരാചന്ദ്രൻ UB, കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് PB ശിവൻ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീകല, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP ജബ്ബാർ എന്നിവർ പങ്കെടുത്തു. ചവറ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് D ഹരിപ്രസാദ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ.